ഹായ് ഫ്രണ്ട്സ്, RB ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു കിഡിലും വീഡിയോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു വീഡിയോ തന്നെ എടുക്കാനുണ്ട്. അത് എന്താണ് ആ വീഡിയോ എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് 2-3-4 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ നാട്ടിലൊരു കുഴൽക്കിണർ കുത്തിയിട്ട് വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം കുറേ അവർ ശ്രമിച്ചു നോക്കി ഇത് പല രീതിയിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഇങ്ങനെ കിട്ടാതെ വന്നപ്പം അതിന് വേണ്ട ആൾക്കാരെ ഇന്ന് ഞങ്ങളുടെ മുന്നിലെത്തി. നമുക്ക് എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ പറഞ്ഞ രീതി? 27-28 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് നിങ്ങളെ വാപ്പ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് അല്ലേ? വാപ്പ മരിച്ചിട്ട് ഇപ്പം 4 വർഷത്തോളമായി. അപ്പം നിങ്ങളിവിടെ എടുക്കാത്തൊരു കിണറുകൾ ഉണ്ടാവില്ല? അധികം എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾ കർണാടക കേരളക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ പോയിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് നിങ്ങൾ പോയിട്ടുണ്ട്? ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടല്ലേ? വരാണ്ട് പോകാനില്ല. ഇതിപ്പം ഏറും ആൾക്ക്, അതായത് അധിക പേർക്കും മാറി കുഴൽക്കിണർ കുത്തുന്നത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എടുക്കുന്ന ആൾക്കാർ അപൂർവമാണ് എടുക്കുന്ന ആൾക്കാർ. പക്ഷേ എത്ര പഴക്കം ചെന്ന കിണറായാലും എത്ര എങ്ങനെ കിട്ടാത്ത ഒരു മോട്ടറായാലും നിങ്ങൾ അത് എടുത്തു കൊടുക്കും എന്നുള്ളതാണ്. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 99% ഞങ്ങൾ എടുക്കും. അല്ലെങ്കിൽ ആ കിണർ ഉപയോഗിക്കണമാരെങ്കിലും ആക്കി കൊടുക്കും. അതായത് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് എന്തായാലും ഒരു ലാഭമുണ്ട്. അതായത് ഞങ്ങൾ എന്തെങ്കിലും ഒരു ഉപകാരം അവർക്ക് ചെയ്തു കൊടുക്കും. അതായത് ഒരു മോട്ടർ എടുക്കുക എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ മോട്ടർ എടുത്തിട്ട് ഇതുവരെ മടങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. മടങ്ങി പോകേണ്ട അവസ്ഥ അപൂർവങ്ങൾ 100 എടുക്കുമ്പോൾ 2 അങ്ങനെ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഉപയോഗിക്കുന്ന മാതിരി അടി പോയിട്ട് മോട്ടറിന് അവിടെ വെച്ചിട്ട് കയറും വയറും കട്ട് ചെയ്തിട്ട് വേറൊരു മോട്ടർ വെക്കണ മാതിരി ആക്കി കൊടുക്കും. അതായത് അവർക്ക് കിണർ ഉപയോഗിക്കണ മാതിരി ആക്കി കൊടുക്കും. അപ്പൊ ആ മോട്ടറിൽ നിൽക്കുന്നതിനോട് കുഴപ്പമില്ല. അത് ഏറ്റവും അടിക്ക് അടിയിലല്ല മേലെയാണെന്നുണ്ടെങ്കിൽ അടിക്ക് താത്തി വിടും. ഒരു നിലക്കും കിട്ടാത്ത മോട്ടർ ആണെങ്കിൽ അങ്ങനെ ചെയ്യും. അത് വലിയ കല്ലോ വല്ല ഇവർ ഈ വെക്കണ ഈ കമ്പിയുടെ കഷ്ടമുണ്ട്, ഇവർ കയറി കെട്ടാനുള്ള അതൊക്കെ ചിലപ്പോൾ പോയിട്ട് അതിന് സ്പാനർ പോയിട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇരുമ്പുകളൊക്കെ വീണ സമയത്തൊക്കെയാണ് നമ്മൾ ടൂൾസ് പിടിച്ച കാര്യം. അങ്ങനെ ഇരുമ്പിനൊരിക്കലും തേയ്മാനം വരിക. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നത്തിലാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ 98%, അതായത് 99.25 കൂട്ടികളി മോട്ടർ കിട്ടും എന്നുള്ളതാണ്. അത് ഇന്ന് എനിക്കിവിടെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഒന്ന് പറഞ്ഞാൽ 2-3 കൊല്ലം പഴക്കത് ഒരു മോട്ടർ ഉപയോഗിക്കാതെ വെച്ചൊരു കുഴൽക്കിണറാണ്. ഈ കിണറത്ത് ഈ മോട്ടർ കിട്ടൂല എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവര് രണ്ടാമത്തെ ഒരു കിണർ കുത്താനുള്ള കാരണം. അതായത് ഒരു കുഴൽക്കിണർ ആദ്യം അവിടെ കുത്തി, അത് ബ്ലോക്കായി കിടന്നു, കിട്ടാത്തത് കൊണ്ട് വേറെ കുത്തി. അത് കുത്തിയതിന് ശേഷം ആണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും കേട് വന്നു. അപ്പോൾ ഫസ്റ്റിലെ ആ ഒരു മോട്ടർ കിട്ടിയപ്പം എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറയട്ടെ, ഇവരെ ഏൽപ്പിച്ചാൽ ആ കാര്യം അത് മട്ടം പോലെ അതിൻ്റേതായ രീതിയുടെ പോലെ ആ മോട്ടർ എടുത്തിരിക്കും. അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇവിടെ സൈഡാക്കി അവരുടെ ഉപകരണങ്ങളൊക്കെ ഒന്ന് ഇറക്കുകയാണ്. അപ്പം ഇവരെ വണ്ടീനകത്ത് ഈ പലതരത്തിലുള്ള ഉപകരണങ്ങൾ കേട്ടോ. PVC പൈപ്പ് എടുക്കുന്നതുണ്ട്, കുഴൽക്കിണർ മോട്ടർ എടുക്കുന്നതുണ്ട്, അതേപോലെ തന്നെ കയറ് പൊട്ടിപ്പോയ മോട്ടറുണ്ട്, അതെടുക്കുന്ന ഉപകരണങ്ങളുണ്ട്. പലതരത്തിലുള്ള ഉപകരണങ്ങളുമായിട്ടാണ് ഇവർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും ഇവർ 4-5 പേരുണ്ട്. ഓരോരുത്തർ ഓരോ ജോലികൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെ കുടുങ്ങിയ മോട്ടറിനകത്ത് അവിടെ നമ്മളെ ചെയിൻ ബ്ലോക്ക് വെച്ച് അതിൽ കുടുങ്ങിയ മോട്ടർ പൈപ്പ് വലിച്ച് ടൈറ്റ് ചെയ്യുകയാണ്. ഇനി ഇത് ഇങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിലാണ് ഇവരുടെ അടുത്ത പരിപാടി. അതായത് ഒരു 10-15 ലെങ്ത്ത് പൈപ്പ് ഇതിനകത്തേക്ക് ഇറക്കി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. അത് ഒരു ടിസ്റ്റാണ്. അതായത് ഏതൊരു പരിപാടിക്കുണ്ടാവും അതിൻ്റേതായ ഓരോ സംഗതികൾ. അപ്പം ഒരു 2-3 പൈപ്പ് ഇറക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ആ മോട്ടറുടെ പൈപ്പ് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് അതോടെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി, ചിലപ്പം ഇതിനകത്തേക്ക് നമുക്ക് 6 മീറ്റർ വലിപ്പമുള്ള ഓരോ പൈപ്പുകളുണ്ട്. പൈപ്പ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് അതിനകത്തേക്ക് ഇറക്കിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് താഴെ അറിയാൻ കഴിയില്ല. കാരണം നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സംവിധാനമില്ല. താഴേക്ക് ഗോപ്രോ ഇറക്കാനുള്ളൊരു സംവിധാനം നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയത് കണ്ടെത്തണം. ഏതായാലും ആ പൈപ്പ് അടിയിലേക്ക് ഇറക്കി കഴിഞ്ഞതിന് ശേഷം
അവർ അതിൻ്റെ മെയിൻ ആൾ അതായത് സലീം ക എന്തൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് വലിച്ചെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് എടുക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഏതായാലും 4-5 വർഷത്തോളം ഈ മോട്ടർ ഇതിനകത്ത് കുടുങ്ങിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ പൈപ്പാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത് ഇറക്കൽ നിർബന്ധമായതുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി വെച്ച് ഇതിനകത്ത് നിന്ന് ഇവിടുന്ന് ഓരോന്നോരോന്നായിട്ട് അയക്ക് ഇറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ 2-3 ഇറക്കിയിട്ടുണ്ട്. ഇവർ 4-5 പേരുള്ളത് കൊണ്ടേ ഓരോരുത്തരും ഓരോരോ പരിപാടി നിങ്ങൾ ഇറക്കണ കണ്ടില്ലേ. ഇതിങ്ങനെ താഴേക്ക് കൂടുന്തോറും നല്ല വെയിറ്റ് കൂടും. അപ്പോൾ 4-5 ആൾക്കാർ ഒരുമിച്ച് ഇതാക്കണം പണ്ടില്ലേ. അതവിടെ ലോക്ക് ചെയ്തു. ഇനി അടുത്ത പൈപ്പ് എടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ 6 മീറ്ററോളം ഉണ്ടാകും ഈ ഓരോ പൈപ്പ്. അതായത് ഈ മോട്ടർ 280ഓളം അടി താഴ്ചയിലാണ് കിടക്കുന്നത് കേട്ടോ. ആ പൈപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ച് അത് തിരിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിപ്പോൾ അത് വീണ്ടും ഇറക്കും. ഇത് എണ്ണം കൂടുന്ന അനുസരിച്ചിട്ട് വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പോൾ അത് താഴെ ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പം അത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്ക്, അവർക്ക് പിടിക്കാനുള്ളൊരു ലോക്ക് അവരുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് പിന്നെ അത് അവർ ഇറക്കുക. അത് നല്ലോണം ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യാതെ അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ലൂസായി പോന്നു കഴിഞ്ഞാൽ അത് അതിൽ കൊടുക്കും. പിന്നെ അതെടുക്കാൻ വേറെ ഉപകരണം വേണ്ടി വരും. അപ്പോൾ അത് നല്ലോണം ഓരോരോ പണിയും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് എടുക്കുക. ഇപ്പം കണ്ടില്ലേ, അവർ ഇറക്കുന്നത് കണ്ടില്ലേ, 4 പേര് പിടിച്ചിട്ട് അതിങ്ങനെ ഇറക്കുകയാണ്. ഒരാളവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു സംഭവം തന്നെയാണ്. ഈ വാപ്പുക്ക ബോർവെൽസ് എന്ന് പറഞ്ഞാൽ ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു മോട്ടറും എടുക്കാതെ അവർ പോകും കേട്ടോ. നമുക്കൊരു വിശ്വാസമാണ്. അപ്പം നമുക്ക് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഇത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളരെ സിമ്പിളായിട്ട് മോട്ടർ കിട്ടുന്നുണ്ട്. ഇപ്പം പൈപ്പ് അതിനകത്തേക്ക് ഇറക്കി അവരെന്തൊക്കെ ചെയ്തു. ഇനി ആ പൈപ്പ് ടൈറ്റ് ചെയ്യണം ഒന്നും കൂടി കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ ചെയിൻ ബ്ലോക്ക് ഉപയോഗിച്ച് ഒലിത വലിക്കുകയാണ്. ആ മോട്ടർ പൊന്തുന്നത് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. കണ്ടില്ലേ, ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വലിച്ച് കയറ്റുകയാണ്. ഈ പൈപ്പിൻ്റെ ഒരു ഏപ്പ് വന്നിട്ടുണ്ട്. ആ ഏപ്പ് ഇത് ഒരു 2-3 വർഷം മുന്നേ ഇവിടുത്തെ ആൾക്കാർ തന്നെ 2-3-4 പ്രാവശ്യം വന്നിട്ട് ഇത് മോട്ടർ എടുത്ത് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയപ്പോൾ അവർ ഈ ഇതിലിറക്കിയ ആ പൈപ്പുകളൊക്കെ നേരെ മുകളിലേക്ക് പൊന്തിക്കുകയാണ്. ഇനിയിപ്പോൾ അത് തിരിച്ച് കൈ എടുത്തതിന് ശേഷം അടുത്തത് പിന്നെയും പൊന്തിക്കട്ടോ. ഉണ്ടോ, ഇനി അത് തിരിച്ചെടുക്കുക. ഇവർ പിന്നെ ഇതെന്താ അറിയോ, ഇതൊരു സംഭവം തന്നെയാണിത്. കാരണം 5 ഇഞ്ച് വ്യാസം, അതായത് 5, 6 പലതരത്തിലുള്ള കുഴൽക്കിണറുണ്ട്. പക്ഷെ ഇതിനകത്ത് കുടുങ്ങിയ ഒരു മോട്ടറാണ് ഇവർ പുറത്തെടുക്കുന്നത് കേട്ടോ. നമ്മളെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താണ്, എങ്ങനെയാണ് മോട്ടർ നിൽക്കുന്നത് ഒന്നും ഇവർക്കറിയില്ല. പക്ഷേ ഈ പൈപ്പ് ഇറക്കി കഴിഞ്ഞാൽ സലീംക്കൊക്കെ അറിയാം പൈപ്പിൻ്റെ ഈ മോട്ടറിൻ്റെ കിടപ്പ് എങ്ങനെയാണ് എന്നുള്ളത്. അത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് സലീംക്കൊക്കെ നല്ലവണ്ണം അറിയാം. കാരണം 29 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് ഇപ്പോഴും ഈ ഒരു പണി തുടർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് നല്ലവണ്ണം ഉണ്ടാവും. ഇത് എങ്ങനെ എടുക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ആവശ്യം കഴിഞ്ഞു. അത് നേരെ റിട്ടേൺ ആക്കി ഇനി ഓരോ പൈപ്പും അത് കഴിച്ചെടുക്കണം. കഴിച്ചെടുത്തതിന് ശേഷമാണ് ഇനി അടുത്ത പരിപാടി. അത് കണ്ടില്ലേ, ഓരോന്ന് പൊക്കുന്ന കണ്ടില്ലേ, അതൊരു സംഭവമാട്ടോ. ഇങ്ങനെ കാണാൻ ഒരു അതിങ്ങനെ പൊക്കിയിട്ട് ഏകദേശം ഫുള്ളെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മോട്ടർ കിട്ടും എന്നുള്ളതാണ്. അതൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാവും. കാരണം ഇത് എടുക്കാതെ പോയിട്ടില്ല. ഒരു 100 മോട്ടറൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ 1-2 മോട്ടറൊക്കെ കിട്ടാത്തൊരവസ്ഥ വരും. എന്നാലും ആ കുഴൽക്കിണർ ആ ഉപഭോക്താക്കൾക്ക്, അതായത് ആ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ റെഡിയാക്കിയിട്ടാണ് അവർ കൊണ്ടുപോകൽ. ഇപ്പോൾ ഏതായാലും നമ്മൾ ആ പൈപ്പ് ആ സൈഡിലുണ്ട്, ലൂസായത് ഒരു വലിച്ച് ടൈറ്റാക്കുകയാണ് കേട്ടോ. ആ മോട്ടർ ഇങ്ങോട്ട് വലിച്ച് ടൈറ്റാക്കുകയാണ്.
നല്ലോണം അത്യാവശ്യം ഒരു പവറും ഉണ്ടാവും. കാരണം ഇതിനിടയിൽ ടൈറ്റായി നിൽക്കല്ലേ, ഉണ്ടല്ല വലിച്ച്. ഇപ്പോൾ പൈപ്പൊക്കെ എടുത്ത് ഒഴിവാക്കി ഏകദേശം മോട്ടർ മുകളിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. വലിയുടെ ആവേശം കണ്ടാൽ തന്നെ നമുക്കറിയാം ഏകദേശം മുകളിലെത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇവരുടെ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരിടത്ത പണി അത് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് നമുക്കിതാ ഇപ്പം തന്നെ അറിയാം. മോട്ടർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് തന്നെ അതാണ് ആ മോട്ടർ കേട്ടോ. അടിപൊളി മോട്ടർ. നമ്മളെ കിട്ടാനുള്ള മോട്ടർ കിട്ടിട്ടോ. അപ്പൊ ഇതാണ് ഇതാണ് ഈ വീട്ടുകാർ ഇതിൽ വെള്ളമില്ലാതെ കുടുങ്ങിയിട്ട് കുറേ ആയി കിടന്നിട്ടുണ്ട്. നമ്മുടെ ഈ വീട്ടിൽ 2 കിണറുണ്ട്. 2 കിണർ കുത്തിയിട്ടുണ്ട് ഇവിടെ. ഒന്നിൽ വെള്ളം കിട്ടാത്തത് കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് ഇതിനോട് എടുത്തു കഴിഞ്ഞിട്ട് അറിയാം. ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ കുഴൽക്കിണർ. ഇത് ഇനി ഇതിലെ മോട്ടറും അതേപോലെ തന്നെ കുടുങ്ങി കിടക്കുകയാണ്. ഈ മോട്ടർ പുറത്തെടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഇതാണ് ഇനി നമുക്ക് എടുക്കാൻ പോകുന്ന കുഴൽക്കിണർ. അപ്പം അതിലേക്കുള്ള ആയുധങ്ങളും അതിൻ്റെ സാമഗ്രികളും ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ വെച്ചിട്ട് ചെയിൻ ബ്ലോക്ക് വെച്ച് അത് അടിച്ചു നോക്കും. അത് കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു പൈപ്പ് ഇറക്കിയിട്ട് രണ്ടാമത്തെ കുഴൽക്കിണർ ആ മോട്ടർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാട്ടത്. ചെയിൻ ബ്ലോക്ക് വെച്ചിട്ട് വലിച്ച് കയറ്റാനുള്ള പരിപാടിയാണ്. അതിൻ്റെ സ്റ്റാൻഡാണ് ഇപ്പോൾ നമ്മൾ ഈ ഫിറ്റാക്കുന്നത്. അതവിടെ മുകളിൽ ലോക്ക് ഇട്ടു. ആ ലോക്കിൽ നിന്ന് ആ ചെയിൻ ബ്ലോക്ക് ലോക്ക് ചെയ്തു. അപ്പം ആ ചെയിൻ ബ്ലോക്ക് ഇമ്മൽ കൊളുത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പൊന്ന് എടുത്ത് മാറ്റുക എന്നുള്ള ശ്രമമാണ് നോക്കുന്നത്. കിട്ടിയിട്ടില്ല. ഏതായാലും ഇനി ചെയിൻ ബ്ലോക്ക് വെച്ച് അത് ടൈറ്റ് ചെയ്തിട്ട് അവരൊന്ന് അടിച്ചു നോക്കും. നമ്മളെ ക്യാപ്റ്റൻ വരുന്നുണ്ട്. സലീംക്ക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട, അത് ആ സ്പോട്ടിൽ പൊങ്ങി പോരും. അതാണ്. അപ്പം ഏതായാലും ഒരിതാ ചെയിൻ ബ്ലോക്ക് അടിച്ചു കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടില്ല നിങ്ങൾ? ഇത് മോട്ടർ കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോകുന്ന വെള്ളത്തിൻ്റെ സൗണ്ടാണത്. ഇത് ആദ്യം എടുത്ത മോട്ടർ പോലെ തന്നെയാണ് ഇതും എടുത്തത്. ചെയിൻ ബ്ലോക്കിന് ഇത് അടിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പം പൈപ്പ് ഇറക്കിയിട്ട് തന്നെയാണ്. പക്ഷേ പൈപ്പ് ഇറക്കുന്ന രംഗം ഞങ്ങൾ കാണിച്ചിട്ടില്ല. വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മോട്ടർ ഇതാ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ, വളരെ പെട്ടെന്ന്. അവ ഏതായാലും രണ്ടാമത്തെ മോട്ടറും നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സലീംക്കയുമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാ കാര്യങ്ങളും ഒന്ന് അറിയേണ്ടതുണ്ട് ഇവരെ കുറിച്ച്. ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എടുക്കുന്ന ആൾക്കാർ നിങ്ങൾ അപൂർവമായിരിക്കും. എടുക്കുന്ന ആൾക്കാർ അത് അപൂർവമായി. കാര്യങ്ങളൊക്കെ ഏതായാലും ബാപ്പു ചോദിച്ചിട്ട് മനസ്സിലാക്കാം. എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ രീതികളും എല്ലാ സംഗതിയും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്തോ നമ്മുടെ മോട്ടർ എടുക്കുന്ന രംഗങ്ങൾ കഴിഞ്ഞു അല്ലേ? അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ മോട്ടർ എടുക്കുന്നത്, അതേപോലെ നിങ്ങൾ എത്രത്തോളം കൊല്ലം പഴക്കണ്ടി, എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പിന്നെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊരു 27 വർഷം 28 വർഷം എൻ്റെ ഫാദറിൻ്റെ കമ്പനിയാണ്. ഇതിൻ്റെ ഫാദറാണ് ഫസ്റ്റായിട്ട് തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഇത് താവതായിട്ട് ഇങ്ങനെ. പാപ്പയുടെ പേര്? പാപ്പയുടെ പേര് ബാപ്പുക്കാന്ന്. ബാപ്പുക്കാന്ന്. അതാണ് നിങ്ങളെ ടീഷർട്ടിൽ നമുക്ക്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് സലീം. സലീം. അപ്പം സലീമാണ് ഇപ്പോഴത്തെ നമ്മളെ ഈ ബോർവെല്ലിൻ്റെ ഈ മോട്ടർ എടുക്കുന്ന ആൾ, നിയന്ത്രിച്ച് കൊണ്ട് നടക്കുന്ന ആളുടെ പേര് ബാപ്പുക്കായിരുന്നു. സലീംഖാൻ്റെ ബാപ്പൻ്റെ പേര്. അപ്പം ഇങ്ങനെ ഈ ഒരു ഗെയിം നിങ്ങൾ ഏത് സമയത്തും വിളിച്ചോളി. മോട്ടർ എവിടെയാണോ കുടുങ്ങിയത് എന്നുണ്ടെങ്കിൽ അത് വിളിച്ചാൽ അവർ ഓടി. നിങ്ങൾ എത്ര പേരാണ് നിങ്ങൾ പറഞ്ഞേ? ഞങ്ങൾ 5 പേരുണ്ട്. നിങ്ങളെ സ്ഥലം എവിടെയായിരുന്നു? ഞങ്ങളെ സ്ഥലം ചാപ്പനങ്ങാടി. ചാപ്പനങ്ങാടി. പിന്നെ നിങ്ങൾ ഏത് സമയത്തും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 അവേഴ്സും. അത് കുന്ന് മല വെച്ചാൽ ഞങ്ങളെ കോള് ചെയ്താൽ ഞങ്ങൾ വർക്കിലാണ് സമയത്ത് ഒരു ടൈം പറയും. ഒരു ടൈം, ആ ടൈമിന്റെ ഉള്ളിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. എനി ടൈമിന് വരും. സമയത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ?
സാമ്യത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഓരോ അടിക്കും ഓരോ കാര്യത്തിനൊക്കെ ഒരു കണക്കുണ്ട്. അത് പിന്നെ അവരോട് സംസാരിച്ചിട്ട് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോയി ചെയ്തു. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപകാരമില്ലാതെ പൊട്ടിച്ചിട്ട് മുറിച്ചിട്ട് പോണ പരിപാടിയൊന്നും അതുപോലെ എന്തെങ്കിലും വെള്ളത്തിനുള്ള സ്രോതസ് ആക്കിയിട്ടേ പോകുള്ളൂ. ഓക്കെ അങ്ങനെ ആക്കിയിട്ടേ പോകുള്ളൂ അല്ലേ. അതായത് ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും കാണിച്ചിട്ട് പോകുന്ന പരിപാടി. ഒരു മോട്ടർ എടുക്കാനാണ് തെളിവ് കിട്ടിയതാ. ഇത് ഒന്ന് രണ്ടാമത്തെ ആട്ടോ. ഒന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. അത് ഒന്ന് അവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ മോട്ടറാണിത്. അപ്പം ഇത് നമ്മൾ ഇവരെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് നോക്കുക. നമ്മളെ പിന്നെ യൂട്യൂബ് ചാനലിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞാൽ ബാപ്പുക്ക ബോർവെൽസ്. നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞാൽ 97 47 57 42 40. യാത്ര ദൂരത്തിന് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പോണീന് എക്സ്പെൻസ് ഉണ്ട്. അതെ ഏത് കാര്യത്തിനും അങ്ങനെയാണല്ലോ. നമ്മൾ ദൂരത്തേക്ക് പോകണമെന്നനുസരിച്ചിട്ടുള്ള ദൂരം വിഷയമല്ല. ഇല്ലില്ല. അതെ. അപ്പോൾ നമ്മൾ ഇവരുടെ കൂടെ ഒരു 4-5 പേർ വേറെയുണ്ട്. അപ്പോൾ അവരെ നമുക്ക് പരിചയപ്പെടുത്തണം. ഇവർ ഒറ്റക്കെട്ടാണ്. 10-27 വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ഓക്കെ 4 പേരാണ് നിങ്ങളുടെ കൂടെ അല്ലേ? 5 പേര്. നമ്മൾ പരിചയപ്പെടാമല്ലോ. നിങ്ങളുടെ പേര്? ഹംസ. നിങ്ങളുടെ പേര്? ഷിയാബ്. നിങ്ങളുടെ പേര്? മുഹമ്മദ് അലി. സുബൈറില്ലേ? അപ്പം ഇത് ഇവരുടെ ഒരു ഗ്യാങ് തന്നെയാണ്. പിന്നെ അതുപോലെ ഓക്കെ ബാപ്പുക്കാസ് ബോർവെൽ. ഇവരെ നമ്മളിപ്പോൾ മാക്സിമം ഒരു 200-300 ഒക്കെയാണ് കുഴൽക്കിണറിൻ്റെ താഴ്ച കേൾക്കല്. പക്ഷേ ഇവർ 500 അടി വരെ ഇവർ പിന്നെ മോട്ടർ താഴത്തുനിന്ന് കയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പിന്നെ ഇവരുടെ അടുത്ത് നിന്ന് കിട്ടിയ വിവരങ്ങൾ. 500 അടി വരെ പോലും എടുക്കും. ഇവർ കുഴൽക്കിണറിൻ്റെ മാക്സിമം പോയാൽ എത്ര താഴ്ച ഉണ്ടായാലും? താഴ്ച നമ്മൾ ഗവൺമെന്റിന്റെ ഒക്കെ കുറെ വർഷങ്ങൾക്ക് മുന്നേ 10-30 വർഷങ്ങൾക്ക് മുന്നേ നമ്മളവിടെ കോട്ടക്കലൊക്കെ ഒരു 700-800 900 ഒക്കെ ഉണ്ട് ഗവൺമെന്റിന്റെ. ഇപ്പൊ പ്രൈവറ്റ് തന്നെ അടിക്കുന്നുണ്ട്. 700-800 ഒക്കെ അടിക്കുന്നുണ്ട്. 900 ഒക്കെ അടിക്കുന്നുണ്ട്. ഞങ്ങളെ 700 പണിയെടുത്തിട്ടുണ്ട്. പെരുന്നമണ്ണൊക്കെ 700 പണിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ കോയൽ കിണറിന് PVC പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്തു. അത് ഇപ്പൊ ചില ആൾക്കാർക്ക് പിന്നെ കിണർ വട്ടം കൂട്ടേണ്ട ആവശ്യം വരും. അപ്പൊ ഈ PVC ചെറുതായിരിക്കും. ആദ്യത്തെ 140 mm അത് വലിച്ചെടുത്തിട്ട് പിന്നെ വലിയ പൈപ്പ് ഇറക്കിയിട്ട് കിണർ സൈസ് കൂട്ടേണ്ട ആവശ്യക്കാരുണ്ട്. അതായത് വെള്ളം നല്ല ഉണ്ടാവും. നമുക്ക് വലുതാകുമ്പോൾ കുറച്ചും കൂടി വെള്ളം കൂടിയ മോട്ടർ, കുറച്ച് പവർ കൂടിയ മോട്ടർ ഇറക്കാൻ കഴിയും. അപ്പൊ അതിനുള്ള ഒരു ഓപ്ഷനായിട്ട് ഞങ്ങൾ വലുതിറക്കാൻ വേണ്ടിട്ട് ചെറുതെടുത്തിട്ട് എടുക്കുന്ന സിസ്റ്റങ്ങൾ. പക്ഷേ അത് എല്ലാ പൈപ്പുകളും എടുക്കണ്ടാവില്ല. അത് ISI മോഡൽ വേണം. നമ്മളെ ടൂൾസ് പിടിക്കുന്ന സമയത്ത് പൊട്ടലൗട്ട് അങ്ങനത്തെ സുപ്രീം എന്നുള്ള അങ്ങനെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ പിന്നെ രണ്ടാമത് വേറെ പൈപ്പ് ഇറക്കാൻ വെള്ളം ഇപ്പോൾ വലിയ ബോറൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പൈപ്പ് എടുത്തിട്ട് വലിയ പൈപ്പ് ഇറക്കുന്ന സിസ്റ്റം ഇറക്കാൻ പിന്നെ വണ്ടിക്കാർ വരും. ശരി. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 500 മീറ്റർ അല്ല 500 അടി വരെ ഞങ്ങൾ മാക്സിമം പണിയെടുത്തിട്ടുണ്ട്. എല്ലാ ഉപകരണങ്ങളും 600-650 വരുന്നുണ്ട്. അപ്ഡേഷൻ ചെയ്തുകൊണ്ട്. അപ്പം നിങ്ങൾ ജീവിതത്തിൽ ഇപ്പം 10-27 വർഷമായി എന്ന് പറഞ്ഞ് ഈ ജീവിതത്തിന് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഏകദേശം ഒരു എത്ര കുഴൽക്കിണറിന് മോട്ടങ്ങൾ എടുത്തിട്ടുണ്ടാവും? അത് പറയാൻ കഴിയില്ല. എന്നാലും ഏകദേശം ഡെയിലി വർക്ക് ഉണ്ട്. ഫാദറിൽ 2-3 ഒക്കെ എടുക്കാറുണ്ട്. യൂസ് ചെയ്ത് കണ്ടമാനം എടുത്തിട്ടുണ്ട്. എത്ര കാലം ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. എത്ര താഴ്ച ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവരെ ഇന്ന് ഈ മോട്ടർ എടുക്കുന്ന ആൾക്കാരിവിടെ വന്ന് ഇത് ഈ മോട്ടർ എടുത്തുപോയി. അപ്പോൾ ഇതങ്ങനെ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഇവർക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ഇന്ന് വന്ന ഈ മോട്ടർ എടുക്കുന്ന ആൾക്കാരെ പിന്നെ എങ്ങനെയാണ് ഇവിടെ എത്താനുള്ള കാരണം? അവർ എങ്ങനെയാണ് അവർ മോട്ടർ എടുത്താൽ കിട്ടുമെന്നുള്ള വിശ്വാസം എന്തുണ്ടോ? ഇതേ പല പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തിന്. ഇത് മോട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ജെയിം ബ്ലോക്ക് ഇട്ട് പിടിച്ചത് പല ആദ്യം മാർഗങ്ങൾ നോക്കിന്. പല ആൾക്കാരും മെനക്കെട്ടു, പക്ഷെ കിട്ടിയില്ല. നിങ്ങൾ 2-3 ശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെട്ടിട്ട് പിന്നെ ഈ കിണർ ഒഴിവാക്കിയിട്ടാണ് വേറെ കിണർ കുത്തിയത്. അതാണ് നേരത്തെ നമ്മൾ രണ്ടാമത്തെ കിണർ എടുക്കാൻ പോവാ എന്ന് പറഞ്ഞത്. ഇത് കിട്ടാനൊരു മാർഗ്ഗമില്ല എന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ യാദൃശികമായിട്ട് ഇവരെ നമ്പർ കിട്ടി. അപ്പം ഇവരോട് വിളിച്ചിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു 90% മോട്ടർ കിട്ടും, ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ മെനക്കെട്ട് നോക്കട്ടെ തന്നെ. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും വിളിച്ചപ്പം വലിയൊരു ഇതൊന്നും ഇല്ലേന്. പക്ഷേ വരും കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഈ കിണർ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കൽ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒരു 3-4 കൊല്ലമായി. ഇത് എത്ര കൊല്ലം വയ്ക്കണ്ട് കിണറിന്? ഇത് 8-9 വർഷത്തോളം വയ്ക്കണം. അവിടെ രണ്ടാമെടുത്ത കിണറോ? അത് ഇപ്പോൾ ഒരു 1.5 കൊല്ലം ആയിട്ടേ ഉള്ളൂ. ഏതായാലും ഈ 2 കിണറിലെ മോട്ടർ കിട്ടി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവരെ ഒരു
കിണറിൽ മോട്ടർ എടുക്കാൻ ഏൽപ്പിച്ചാൽ അത് എടുത്തിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. ഓ അതെ, നല്ല 100% അവരെ വിശ്വാസമായ രീതിയിൽ അവരെ ഏൽപ്പിക്കാം. ഏതെങ്കിലും ധൈര്യമായിട്ട് എടുക്കാം. അവര് പറയുന്ന പൈസ തന്നെയാണ് അത്. പക്ഷേ ഇവർ എന്തെങ്കിലും കാണിച്ചിട്ട് പോകുന്ന ഒരു പണിക്കാരല്ല. അല്ല, ഒരു ഉള്ള ആത്മാർത്ഥമായിട്ട് എന്തുകൊണ്ടാണ് മോട്ടോർ കുടുങ്ങിയത് എന്നുള്ളതും അതെല്ലാം അവർ പറഞ്ഞു ക്ലിയറാക്കി തരുന്നുണ്ടല്ലോ. ക്ലിയർ ആക്കി തരും. ഇതിൽ മോട്ടോർ കുടുങ്ങാൻ കാരണം കല്ലുടുങ്ങിയാണ് മോട്ടറിന്റെ സൈഡിൽ. അതില് മോട്ടറിന്റെ മേലെ മണ്ണ് വന്ന് വീണതാണ്. അതാണ് അവര് പറഞ്ഞല്ലേ. മോട്ടർ പുതിയ കിണറിൽ ഇപ്പൊ മണ്ണ് വന്ന് വീണിട്ടാണ് ഇതാണ്. ഏതായാലും നമ്മള് പിന്നെ ഇവരെ വിശ്വസിച്ച് ഇവരെ ഏൽപ്പിക്കണ നല്ലൊരു ടീമാണ്. ഓ ഉഷാർ ടീമാണ്. ഈ ടീമിന്റെ പേര് ബാപ്പുക്കാസ് ബോർവെൽ അല്ലേ? ഓക്കെ ആയിക്കോട്ടെ.